once again welcome. Congratulations. രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും എത്തിയിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് ഇയാളുടെ പെർഫോമൻസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് വീണ്ടും വരാൻ സാധിച്ചത്. Congrats for that. മാത്രമല്ല ഇനി അഥവാ പറയുന്നതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിലും അത് നികത്തുന്ന ഒരു ടീഷർട്ട് ഇട്ടുകൊണ്ടാണ് സുനിൽ സൂര്യ വന്നിരിക്കുന്നത്. കണ്ട ചിരിക്കാൻ പറ്റിയ ചെറിയൊരു കോമഡി ഒരു ഡയലോഗ് എഴുതിക്കൊണ്ട് തന്നെ വന്നിരിക്കുകയാണ്. എവിടെ നിന്ന് കിട്ടി സുനിൽ ടീഷർട്ട്? ഇത് തിരുവനന്തപുരത്ത് പോയപ്പോ വാങ്ങിച്ചതാ. ആണോ? ഞങ്ങളൊന്നും പോകുമ്പോൾ ഇതൊന്നും കാണുന്നില്ലല്ലോ. സുനിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണ്, നല്ല വിശേഷമാണ്. കലകി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ട് എൻ്റെ പൂട്ടിപ്പോയ അച്ചാർ കമ്പനിയുടെ കഥ പറഞ്ഞിട്ട് നാട്ടിൽ പോയതാണ്. അപ്പോൾ പ്രൊമോ വന്നു, പ്രൊമോയിൽ അത് തന്നെ വന്നു, പരിപാടി വന്നു. അതിൻ്റെ ഇടയിൽ എനിക്കൊരു കോള് വന്നു, ഒരു 100 പീസ് അച്ചാർ വേണം അർജൻറ്റായിട്ട്. പ്രൊമോഷൻ നടന്നില്ലേ? നടന്നു. ഞാൻ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിൽ പോയപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ റൗഡി കേശവൻ്റെ മകൻ ഗോപൻ്റെ കല്യാണമാണ്. ഇവൻ എൻ്റെ അടുത്ത കൂട്ടുകാരനാണ്, വിളിച്ചില്ല, കല്യാണത്തിന് വിളിച്ചില്ല. പക്ഷെ ഞാൻ അവനെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഗോവ. അപ്പോൾ പറഞ്ഞു എടാ നീ എപ്പോൾ വന്ന്? ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് നാട്ടിലുണ്ട്. നീ എന്താ എന്നോട് കല്യാണം പറയായിരുന്നു? അല്ലടാ കല്യാണം പറയാൻ പറ്റില്ല, ഇത് കൊറോണയൊക്കെയാണ്. എടാ കല്യാണത്തിന് അങ്ങനെ വിളിക്കാൻ പറ്റില്ല, ലിസ്റ്റിലില്ല. നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ പാചകം കല്യാണ സദ്യയൊക്കെ ഉണ്ടാക്കുന്നത് കിട്ടളേപ്പനാണ്, കൃഷ്ണൻ എന്നാണ് അയാളുടെ പേര്, കിട്ടളേപ്പനാണ്, പിന്നെ ദിനേശനും. നീ ഈ പാചകക്കാരുടെ കൂടെ അങ്ങ് കൂടിക്കോ, എന്നിട്ട് സദ്യ കഴിച്ചു തുടങ്ങും. എനിക്കിനി ഇതിനെപ്പറ്റി കല്യാണത്തിന് പ്രത്യേകം വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ചെയ്ത കൊള്ളാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ആ ഒരു കല്യാണത്തിന് പോയതിൻ്റെ അവിടുന്ന് കണ്ട കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, കുരുന്ന് തമാശകൾ. ഞാൻ പലതരം തമാശകൾ കേട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് തൊടുകറി തമാശകളായിരിക്കും പറയാൻ പറ്റും. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ആ കുരുന്ന് തമാശകൾ പോരട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. വൺസ് അപ്പോൺ എ ടൈമിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞാൻ നാട്ടിലെത്തി. ഗോപൻ്റെ കല്യാണം കൂടാൻ വേണ്ടി നേരെ വെച്ച് പിടിച്ചു നമ്മുടെ പാചകശാലയിലേക്ക്. അപ്പം നാട്ടിലെ ആസ്ഥാന പാചകക്കാരനാണ് നമ്മുടെ കിട്ടളേപ്പൻ. കിട്ടളേപ്പൻ എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടുകാരനായിട്ടുള്ള ദിനേശൻ്റെ അച്ഛൻ്റെ അനിയനാണ്, 5ാമത്തെ അനിയനാണ്. അതുകൊണ്ട് അവർ തമ്മിൽ ഒരുപാട് പ്രായ വ്യത്യാസമൊന്നുമില്ല. ഈ നമ്മുടെ ദിനേശൻ്റെ റോൾ മോഡലാണ് കിട്ടളേപ്പൻ. അവിടെ പോകുമ്പോൾ തന്നെ നല്ലൊരു വൈബ് കിട്ടാൻ തുടങ്ങി. അതായത് കിട്ടളേപ്പൻ്റെ ഈ സാമ്പാർ ഭയങ്കര ഫേമസ് ആണ്, അതിൽ കായമൊക്കെ ഭയങ്കര ഫ്ലേവറാണ്. ആ കായം കിട്ടുന്നത്, പിന്നെ കാളൻ, ഓലൻ, അച്ചാർ, ഉപ്പേരി, രസം, മോര്, ഇതൊക്കെ ശരിക്ക് പറഞ്ഞ് ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ പൂവൽച്ചൽ ഖാദർ സാറ് പണ്ട് എഴുതിയൊരു പാട്ടുണ്ട്, ദാസേട്ടൻ പാടിയൊരു പാട്ട്, SP വെങ്കടേഷ് സാറ് ഈണം നൽകിയ പാട്ട്. ആ പാട്ട് ഈ സിറ്റുവേഷന് കറക്റ്റായിരിക്കും. അത് ഞാനൊന്ന് വെറുതെ ഒന്ന് പാടി നോക്കാം. കായം മണക്കും സാമ്പാറ്, കാളൻ ഓലൻ അച്ചാറ്, എലിശ്ശേരി പുളിശ്ശേരി രസം മോര്, എല്ലാം ചേർന്നാൽ ബഹുജോറ്, പരിപ്പും നെയ്യും പപ്പടവും അവിയലും തോരനും കിച്ചടിയും, ഓർമ്മിച്ചാലുടൻ നാവിൽ വെള്ളം വരും. എൻ്റെ ഷായേട്ടാ, പിഷാരി ചേട്ടാ, നാവിൽ ഇങ്ങനെ വെള്ളം വരും അവിടെ എത്തിയപ്പോൾ. പാടിയിട്ടും നാവിന്നല്ല നിന്റെ കണ്ണിന്ന് വെള്ളം വന്നോണ്ടിരിക്കുന്നത്. ചെറിയ വല്ല വാ താമര പെണ്ണെ അതൊക്കെ എടുത്തുകൊണ്ട് വന്നാൽ മതി. ഓക്കെ, എന്തായാലും ഭയങ്കരമായിട്ടുള്ള ഒരു വൈബായിരുന്നു ഇവിടെ. പക്ഷേ എല്ലാവരും ഹാപ്പിയാണ്. പക്ഷേ ഈ പാചകക്കാരൻ കിട്ടളേപ്പൻ മാത്രം ഹാപ്പിയല്ല. കിട്ടളേപ്പൻ 2 കാര്യത്തിനാണ് താടി പിടിച്ച് വലിക്കുന്നത്. ഒന്ന്, ആരെങ്കിലും കുക്കൊക്കെ നന്നായിട്ട് ചെയ്തിട്ട് നല്ല സാമ്പാറായിരുന്നു ഇട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര് ഈ മോഡിലാണ് ഇരിക്കുക. ആ കറി അത്ര പോരാന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുക. അപ്പം അന്ന് നോക്കുമ്പോഴേക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഞാൻ എന്ത് പറ്റിയ കിട്ടളേപ്പന്, നല്ല ഫുഡൊക്കെ എല്ലാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോഴാണ് സംഭവം അറിഞ്ഞത്, പായസം ഫ്ലോപ്പാണ്. പായസം രാവിലെയാണ് ഉണ്ടാക്കുക, പായസത്തിൽ നന്നായിട്ട് വെള്ളം കൂടിപ്പോയി. ഈ സംഭവം നമ്മൾ റൗഡി കേശവട്ടൻ അറിഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എടാ എൻ്റെ മോൻ ഇവിടെ കല്യാണം കഴിക്കുന്ന അമ്പലപ്പുഴ എന്നാ, അപ്പോൾ അവരിവിടെ വന്നിട്ട് എൻ്റെ യോഞ്ഞ പായസമാണ് കുടിക്കേണ്ടത്. ഇതൊന്നും നടക്കില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പഴയ എൻ്റെ ഒരു സ്വഭാവമുണ്ട്, റൗഡി കേശവനാണ് ഞാൻ പറയുന്നത്, എൻ്റെ ഒരു സ്വഭാവമുണ്ട്. ഈ കല്യാണത്തിന് ഫുഡിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നിന്റെ കൂടെ അടുക്കളയിൽ സഹായിക്കാൻ വന്ന ഒറ്റ ഒരുത്തന് ഇവിടുന്ന് നടന്നിട്ട് പോകില്ല. പ്രത്യേകിച്ച് നീ, നിനക്ക് അടുത്ത പ്രാവശ്യം പോയിട്ട് പിഷാരടിയുടെ മുമ്പിൽ കോമഡി പറയണ്ടേ, നിന്റെ 2 കാലം ഞാൻ വിളിക്കുന്നു എന്നോട്. ഞാനിതിൽ പെട്ടുപോയില്ലേ, ഞാൻ കല്യാണ പാചകക്കാരൻ്റെ ടീമിലായിപ്പോയില്ലേ. അങ്ങനെ ഞാൻ അവിടെ നിന്നു. ഞാൻ വിചാരിച്ചു ഇനി എന്താണ് കിട്ടളേപ്പൻ്റെ അടുത്ത നീക്കുന്നത്. കിട്ടളേപ്പൻ വീണ്ടും താടി ചൊറിയാൻ തുടങ്ങി. എന്താണ് പരിപാടി? ഞാൻ ചോദിച്ചു, കിട്ടളേപ്പ ഞാനും ഇതിൽ പെട്ടിരിക്കാണ്ട്, രക്ഷപ്പെടുത്തണം, അടുത്ത ആഴ്ച ഷൂട്ടുണ്ട്, പോകണം, എന്താ ചെയ്യേണ്ടത്? നീ ഒരു കാര്യം ചെയ്യ്, രാവിലെ നമ്മുടെ പാചകത്തിന് വന്ന പയ്യന്മാർക്ക് ചായക്ക് നമ്മൾ എന്താ ഉണ്ടാക്കിയെന്ന്. അപ്പം അവലും കടലയും, അത് രാവിലെ നമ്മൾ ഉണ്ടാക്കുന്ന സാധനമാണ്. അതിലിനി അവല് വല്ലതും ബാക്കിയുണ്ടോ? ബാക്കിയുണ്ട്. എത്രയുണ്ടാവും? ഒരു 3-4 കിലോ ഉണ്ടാവും. അതിങ്ങോട്ട് എടുക്ക്. നേരെ സാധനം എടുത്തു, ഉരുളി വെച്ചു, ചൂടാക്കി, എണ്ണ ഒഴിച്ചു. ഈ അവല് മൊത്തം എടുത്തിട്ട് കിട്ടളപ്പൻ ഇതിലേക്ക് അങ്ങ് തട്ടി കഴിഞ്ഞിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ്, കുറച്ച് ശർക്കര പൊടിച്ചിട്ടത്, ഇതൊക്കെ ഇട്ട് കുറച്ച് പാലൊക്കെ ഒഴിച്ചിട്ട് ഇത് മൊത്തം ഇളക്കി കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് തട്ടടാ പാൽപ്പായസത്തിലേക്ക്. ഈ സാധനം എടുത്ത് പാൽപ്പായസത്തിലേക്ക് തട്ടിയിട്ട് ഇത് നന്നായിട്ട് ഇളക്കി. അപ്പോൾ ഇത് കുറച്ച് ടൈറ്റായി സാധനം. നമ്മൾ കിട്ടളപ്പം ഇത് കൊള്ളാലോ, ഇത് ടൈറ്റായല്ലോ, രുചിച്ചു നോക്കണ്ടേ നമുക്ക്. അപ്പോൾ ഈ അമ്പലപ്പുഴ ടീം വന്നിട്ട് പായസം കുടിക്കുകയാണ്. ഈ പായസം ആരുണ്ടാക്കി?
ഈ പായസം ഉണ്ടാക്കി. അപ്പം ഞാനും ദിനേശനും കോറസായിട്ട് കിട്ടളേപ്പൻ എന്ന് പറയാന്നതിന് മുമ്പേ കിട്ടളേപ്പൻ പറയാണ് ഇത് ഇവനാണ് ഉണ്ടാക്കിയത്, സുനിൽ സൂര്യാന്ന്. നേരെ എൻ്റെ നേരേക്ക് എന്താ ഇത് മൊത്തം എൻ്റെ നേരെ വരും. അപ്പം അവരാണ് പറഞ്ഞത്, മോനെ ഇതിൽ അവില് കൊണ്ട് എന്തെങ്കിലും പ്രയോഗം നീ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല അതുണ്ട്. എന്താ എൻ്റെ പേര്? ഞാൻ മറ്റേ നമ്മുടെ പവിത്ര സിനിമയിലെ പോലെ ഉണ്ണിമധുരം എന്നൊക്കെ പറഞ്ഞാൽ ഒരു സാധനം. ഞാൻ പറഞ്ഞു അവിൽപ്പാലട. അതാണ് സാധനം, നമ്മൾ എവിടെയും കഴിച്ചിട്ടില്ല, നന്നായിട്ടുണ്ട്. പായസം ഒന്നുകൂടി കുറച്ചുകൂടി വരാം, കുറച്ചുകൂടി ആവാന്നേ, ആയിക്കോട്ടെ എന്നേ, വന്നോട്ടെ എന്നേ. കിട്ടളപ്പൻ എന്നെ നോക്കുക, മൊത്തം ക്രെഡിറ്റ് എനിക്ക് നേരെയായി. അപ്പോൾ ഇപ്പോൾ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നാൾ ഞാൻ നാട്ടിലൊരു സ്വയം പ്രഖ്യാപിത സെലിബ്രിറ്റി ആയിരുന്നു. നാട്ടുകാർ എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ അങ്ങനെയാണ് വിളിക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു പായസം കൂടി അവിടെ ക്ലിക്ക് ആയതോടുകൂടി, ഇപ്പോൾ വൺസ് അപ്പോൺ എ ടൈമിലൂടി വന്നതോടുകൂടി ആളുകൾ എടാ കൊള്ളായിരുന്നു കേട്ടോ, പരിപാടിയും കൊള്ളായിരുന്നു, എൻ്റെ പായസം കൊള്ളായിരുന്നു, പരിപാടി കുഴപ്പമില്ല കേട്ടോ, എടാ പായസം നന്നായിട്ടുണ്ട് കേട്ടോ, ഇതാ ചക്ക വീണ് മോലെത്തു എന്ന് പറഞ്ഞൊരു പരിപാടി. എന്തായാലും പായസം സൂപ്പർ പായസം ഉണ്ടാക്കി ഗംഭീരമായി. ഇതുപോലെ തന്നെ ഞാൻ കാറ്ററിങ്ങിന് പോയിട്ടുള്ള ആളാണ്. അപ്പോൾ അന്നേരം എനിക്കൊരു ആശാൻ ഉണ്ടായിരുന്നു, ഈ പായസം ഉണ്ടാക്കിയിട്ട് ഇതുപോലെ തന്നെ ഇളക്കാൻ മറന്നു അടുക്കി പിടിച്ച് കഴിഞ്ഞപ്പോൾ മൊത്തം എല്ലാവർക്കും ടെൻഷനായി. അപ്പോൾ ആശാനോട് പറഞ്ഞു എന്താ സംഭവം അടുക്കി പിടിച്ചു പോയല്ലോ, കുഴപ്പമാവെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞ് വെറുതെയാണ് ഞാൻ ആശാനായത്, നീയൊക്കെ ശിഷ്യന്മാരായത്, പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു, നിങ്ങളൊക്കെ മാറിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ആ വീടിൻ്റെ മെയിൻ ഒരാളുണ്ടാവുമല്ലോ എല്ലാം നോക്കിയിടണം. പുള്ളിയോട് ചേട്ടാ ഒന്നും വന്നേട്ടാന്ന് പറഞ്ഞു, ഇതൊന്നും ഇളക്കി ഞാൻ ഇച്ചിരി മൂത്രമൊഴിച്ചിട്ട് വരാട്ടാന്ന് പറഞ്ഞു. പുള്ളി പോയിട്ട് അവിടെ പോയി ഒളിച്ചിരുന്നു ഇച്ചിരി വരാം. എന്നിട്ട് തിരിച്ചു വന്നിട്ട് വന്ന് ഇളക്കി, ഇതെന്താ ഏട്ടാ ചേട്ടൻ കാണിച്ചത്, അടുക്കി പിടിച്ചിട്ട് ചേട്ടനോട് ഇളക്കാൻ പറഞ്ഞാലും. അതെ, നമുക്ക് ബുദ്ധി ഉണ്ടായിട്ടെന്താ കാര്യമൊന്നുമില്ല, അത് എവിടെ പ്രയോഗിക്കണം, ഏത് ടൈമിൽ പ്രയോഗിക്കണം എന്നുള്ളതാണ്. ഇവിടെ ഒരു ദിവസം നമ്മുടെ കോസ്റ്റ്യൂം വർക്ക് ചെയ്യുന്ന ഒരാൾ ഇവിടെ ടിനി ടോം ഗസ്റ്റായിട്ട് വന്നപ്പോൾ ടിനി ടോമിൻ്റെ സിൽക്ക് ജുബ്ബ എടുത്ത് തേച്ചിട്ട് കത്തിച്ചു പോയി. ആ ഉരുകിപ്പോയി. എന്നിട്ട് ഇയാൾ വന്നിട്ട് ടിനി ടോമിൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റാണെന്ന് കഴിഞ്ഞ് പുള്ളിക്ക് ഭയങ്കര ടെൻഷൻ. അപ്പോൾ ടിനി ചേട്ടൻ നമ്മളെ ടെൻഷൻ അടിക്കേണ്ടത്, ഇതിപ്പോൾ ആരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നൊന്നുമല്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ചില ആൾക്കാർ ഇതുപോലെ തെറ്റ് ചെയ്തിട്ട് കൺഫ്യൂസ് ചെയ്ത് കളയും. അമരവിള സതീഷ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്. പുള്ളി ഒരു ദിവസം ഒരു പരിപാടി ഷൂട്ടിങ് കഴിഞ്ഞിട്ട് കുറേ ടേപ്പ് 2 മണിക്കൂർ ഷൂട്ട് ചെയ്തതിൻ്റെ ടേപ്പ് എന്തോ പിടിച്ച് ഞെക്കിയിട്ട് ഷൂട്ട് ചെയ്തത്രയും സാധനം ഡിലീറ്റ് ആയിപ്പോയി. ഡിലീറ്റ് ആയി പോയിട്ട് പുള്ളി നേരെ അത് കൊണ്ടിട്ട് ഈ പ്രോഗ്രാം പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് കൊടുത്തിട്ട്, അതെ ഇത് മുഴുവൻ ഡിലീറ്റ് ആയിപ്പോയി, സാറ് ടെൻഷൻ ഒന്നും അടിക്കണ്ട, സാർ ടെൻഷൻ അടിക്കില്ലേ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. പുള്ളിയെ സമാധാനിപ്പിക്കുക, ഇവനാ ചെയ്തേ, പുള്ളിക്ക് ഞാൻ ചീത്ത പറയണോ അതോ വേണ്ടതെന്ന് പറഞ്ഞ് ചെറിയൊരു കൺഫ്യൂഷൻ. അതേപോലെ വേറൊരു കൂട്ടുകാരൻ ഗൾഫിലൊരു പ്രോഗ്രാമിന് ഡയറക്ടർ എന്നും പറഞ്ഞ് പോയേക്കുക. ഇവൻ സത്യത്തിൽ ഞങ്ങളുടെയൊക്കെ ഒരു സൗഹൃദം വെച്ചിട്ട് ആരെയോ പറ്റിച്ചിട്ട് ഷോ ഡയറക്ടർ എന്ന് പറഞ്ഞ് പോയേക്കുക. ഇവൻ ഇതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും അറിയില്ല, വലിയ പണി അറിയാവുന്നവനല്ല. അപ്പം ഞാനൊക്കെ ഇവൻ ഡയറക്ടറായി നിൽക്കുന്നത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം എനിക്ക് ഉറപ്പാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഈ പണി അറിയില്ല, ഒടി തരി പോലും അറിയാത്ത ഒരാളാണ്. ഞാൻ അവിടെ ചെന്നപ്പം ഇയാൾ എനിക്ക് പോകുന്ന 2 വർഷം മുമ്പേ ഗൾഫിൽ പോയിട്ടുള്ള ഒരാളാണ്. ഷോ ഡയറക്ടർ ഇന്നയാളെന്ന് പറഞ്ഞ് അവിടെ നിർത്തിയേക്കാണ് ഈ പുള്ളിക്കാരനെ. ഈ സമയത്ത് ഞാൻ ചെന്നപ്പോൾ ആദ്യത്തെ ഓപ്പണിംഗ് ഡാൻസിൻ്റെ തന്നെ പാട്ട് വീഴാൻ 5 മിനിറ്റ് താമസമായി. എല്ലാവരും വന്ന് കർട്ടനും പൊക്കി ലൈറ്റ് ഓണാക്കിയിട്ട് അവിടുന്ന് പാട്ട് വീഴുന്നില്ല, വരുന്നത് വേറെ പാട്ട്. അപ്പം തന്നെ ഷോയുടെ തുടക്കം തന്നെ പാളിയിട്ട് നിൽക്കുകയാണ്. അടുത്തത് വേറെ പാട്ടുകാരൻ വന്നപ്പോൾ ഈ പാട്ടുകാരന് സ്റ്റേജിൽ മോണിറ്ററിന് ലെവലില്ലാഞ്ഞിട്ട് അയാൾ കൈയും കാലും കൊണ്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായി അപ്പോൾ ഈ ഷോ നടത്താൻ ഏൽപ്പിച്ച 4-5 സംഘാടകർ നേരെ ഗ്രീൻ റൂമിൻ്റെ അവിടെ വന്ന് നിന്നിട്ട്, അതെ ഇങ്ങനെ പോയാൽ പറ്റിയാലോ, ആൾക്കാർ നമ്മളെ പിടിച്ചിരിക്കും, ഇത് തുടക്കം തൊട്ട് പാടിക്കൊണ്ടിരിക്കുക, 10 മിനിറ്റ് ആയില്ല, അതെ ആൾക്കാർ കൂവി തുടങ്ങി, എന്നെ ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി മറ്റവൻ്റെ പ്രശ്നമാണ്. ഇവർ വട്ടം വിടുന്നത്, ബാബാ ചോദിച്ചേ പറ്റുള്ളൂ, ഇത് ചോദിച്ചിട്ടല്ലാണ്ട് ഈ പരിപാടി നടക്കുകയല്ല, നമുക്കിത് അവനോട് ചോദിച്ചേ പറ്റുള്ളൂ. ഇവർ 5-6 ഓർഗനൈസേഴ്സും കൂടെ ഇവൻ്റെ അടുത്തോട്ട് സ്റ്റേജിൻ്റെ സൈഡിലോട്ട് പോവുക. ഇവൻ ഹെഡ്ഫോണും സാധനമൊക്കെ വെച്ച് കുറേ ഫയലും ഒക്കെ പിടിച്ച് അവിടെ ഇരിപ്പുണ്ട്. ഇവനെ ഇവർ ചെന്ന് അടിക്കുകയോ പിടിക്കുകയോ എല്ലാം ചെയ്താൽ എൻ്റെ കൂട്ടുകാരെന്നുള്ള നിലയിൽ രക്ഷിക്കാം, ഇടപെടാം, ബാക്കി ഷോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നടത്താമെന്ന് പറയാമെന്നൊക്കെ വെച്ചാൽ ഞാൻ ഈ കമ്മിറ്റിക്കാരുടെ ഒപ്പം കൂടെ നടക്കുന്നു. ഇത് അവനാണ് കമ്മിറ്റിക്കാർ നടന്ന് ഇവനിങ്ങനെ കാണുന്നുണ്ട് അവർ വന്നത്. തൊട്ടടുത്തെത്തിയില്ല ഇവനെ ഈ കമ്മിറ്റിക്കാരിങ്ങ് വന്നത്, ഇവൻ ആ ഫയലെടുത്ത് നേരത്തേക്ക് ഒരു ഒറ്റ അടിച്ചിട്ട് അവരോട്, ഇങ്ങനെയാണ് ഞാൻ പരിപാടി നടത്താനില്ല കേട്ടോ, പാട്ട് സമയത്ത് വന്നില്ല, ലൈറ്റ് കൃത്യമായിട്ട് ഓണല്ല, ഇങ്ങനെയൊക്കെയാണ് എങ്ങനെ പരിപാടി ചെയ്യുന്നു അവരോട്. ഇവര് അതെൻ്റെ കുഴപ്പമാണോ ഇവരുടെ കുഴപ്പമാണോ? അതുപോലെ നമ്മുടെ നാട്ടിൽ ആസ്ഥാന പാചകക്കാർ ഉണ്ടെങ്കിലും നമുക്ക് കുറച്ച് പൈസയൊക്കെ വന്നു കഴിഞ്ഞാൽ, ഗൾഫിലൊക്കെ പോയി പൈസ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് പണമൊക്കെ വന്നു കഴിഞ്ഞാൽ തൊട്ട അയൽപക്കത്തെ ആൾക്കാർ ചെയ്യുന്നൊരു പരിപാടി ഉണ്ട്. അവരുടെ വീട്ടിൽ എന്തെങ്കിലും പരിപാടി വരുമ്പോൾ ഈ ആസ്ഥാന പാചകക്കാരൻ അങ്ങ് വിളിക്കൂല, പുറത്തുനിന്ന് ഇറക്കും ആൾക്കാർ. അങ്ങനെ ഒരു ദിവസം തൊട്ടപ്പുറത്തെ വീട്ടിൽ, ദിനേശൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ കല്യാണ പരിപാടി വന്നപ്പോൾ, അയാളുടെ മകളുടെ പരിപാടി വന്നപ്പോൾ ഇവരെ വിളിച്ചില്ല, കിട്ടളപ്പനെയും വിളിച്ചില്ല, ദിനേശനെയും വിളിച്ചില്ല. അത് ഭയങ്കര ഇൻസൾട്ടായി. അപ്പോൾ ദിനേശൻ പറഞ്ഞു, കിട്ടളപ്പ ഇത് ശരിയാവില്ല, നമുക്ക് ഇവർക്ക് പണി കൊടുക്കണം, ഇവൻ്റെ പാചകം മൊത്തം കുളമായിട്ട് അവർ വന്ന് നിങ്ങളുടെ കാല് പിടിക്കണം, ഇത് ശരിയാക്കി താന്ന് പറഞ്ഞിട്ട് നേരെ വിളിച്ചു കിട്ടളപ്പൻ, നേരെ അവൻ്റെ ഫ്രണ്ടിനെ, സംഗോ സിംഗോ സന്ദീപ് എന്നാണ് അവൻ്റെ പേര്. ആ സംഗോ സിംഗോ സന്ദീപ് പറഞ്ഞു, എടാ ഒരു സാധനം വേണം, നമ്മുടെ വളയപ്പാൻ
വാറ്റാണ്, അവിടുത്തെ വാറ്റിൻ്റെ പേരാണ് വളയപ്പാൻ എന്ന്. അത് ഈ വളപ്പൊട്ടൻ എന്ന് പറഞ്ഞ പാമ്പുണ്ടല്ലോ, ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു പോകും. അത് നല്ല ഡബിൾ ഡോസിൽ 2 വേണമെന്ന്. ഈ വാറ്റിന് അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. വളയപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വളഞ്ഞു വളഞ്ഞു പോകുന്ന പോലെയാണല്ലോ. മണവാട്ടി എന്ന് പറയുന്ന വാറ്റുണ്ട്. അതെന്താണെന്നറിയോ? അത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നാണം കൊണ്ട് ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യത്തില്ല. പിന്നെ മതിലുന്തി എന്ന് പറയുന്ന ഒരു വാറ്റുണ്ട്. മതിലുന്തി അടിച്ചു കഴിഞ്ഞാൽ എവിടെയും ഒരു മതിലെ കൈയും വെച്ച് ഇങ്ങനെ നിൽക്കുള്ളൂ, മതിലുന്തിക്കൊണ്ടിരിക്കും. പുല്ലുപറിയൻ എന്ന് പറയുന്നുണ്ട്. നിലത്തിരുന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ വേറൊന്നും ചെയ്യാൻ പറ്റാതെ പുല്ല് പറിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പിന്നെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്ന ഒരു വാറ്റുണ്ട്. അത് ഇന്ന് കുടിച്ചാൽ മറ്റന്നാളെ എണീക്കുള്ളൂ, ദിവസം മൊത്തം ഉറങ്ങിപ്പോവും. ഓക്കെ, അപ്പോൾ സന്ദീപിനെ വിളിച്ചിട്ട് ഈ സാധനം കൊണ്ടുവരാൻ പറഞ്ഞു. സന്ദീപോട് പറഞ്ഞു, ഇവിടെ സ്റ്റിക്കർ ഒട്ടിക്കണം ഈ വളപ്പൊട്ടനി, അതായത് വളയപ്പാനി, മറ്റേതിന് വേണ്ട, അത് ഞങ്ങളടിക്കും ഇയാളുടെ കൂടെ കമ്പനിക്ക്. അങ്ങനെ ഇയാളെ കുടിപ്പിച്ച് കിടത്താനുള്ള പരിപാടി. അങ്ങനെ ഇവർ 3 പേരും ചേർന്ന് കഴിച്ചു. മെയിൻ പാചകക്കാരൻ പുറത്തുനിന്ന് വന്ന ആൾ കിട്ടളയപ്പൻ, ദിനേശനും കൂടി കഴിച്ചു. സംഭവം വിചാരിച്ച പോലെ നടന്നു. ഫ്ലാറ്റ്, പക്ഷേ ഫ്ലാറ്റായത് ദിനേശനും കിട്ടളയപ്പനുമായിരുന്നു. ഈ സ്റ്റിക്കർ ഒട്ടിച്ചത് മാറിപ്പോയി. ഇത് സ്റ്റിക്കർ ഒട്ടിക്കുന്ന സമയത്ത് നമ്മളിത് കൊടുത്തുവിട്ട സന്ദീപ് ഒരു വളപ്പൊട്ടൻ വളയപ്പാൻ അടിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നു. അവൻ്റെ കിളി മാറിയിട്ട് സ്റ്റിക്കർ ഒട്ടിച്ച മാറിപ്പോയി. ഇവർ ഓഫ്. ഞാൻ ഇന്നൊക്കെ കുറച്ച് മാറി വരാൻ കുറേ കാലം എടുത്തു കിട്ടളയപ്പൻ. എന്നാലും കിട്ടളയപ്പൻ ഇപ്പോൾ നന്നായിട്ട് തന്നെ പാചകമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും പാചകശാലയിൽ പോയപ്പോൾ കണ്ട രസകരമായിട്ടുള്ള സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സുനിൽ സൂര്യ നന്നായിരുന്നു. നമുക്ക് അവരോട് ചോദിക്കാം. അതെ, നന്നായിരുന്നു, ഗംഭീരമായിരുന്നു, നന്നായിട്ട് ചെയ്തു, വളരെ രസകരമായിരുന്നു. പിന്നെ ഈ പാചകം നമ്മളിപ്പോൾ പാചകക്കാരെ കളിയാക്കിക്കൊണ്ടല്ല നമ്മൾ പറഞ്ഞേക്കണം, ഇത് ഫണ്ടിന് വേണ്ടി പറഞ്ഞേക്കണ. പക്ഷെ അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാചകം ചെയ്ത് കഴിഞ്ഞിട്ട് അതിലെ പൈസ കിട്ടുന്ന സമയത്തല്ല അവർക്ക് സന്തോഷം. ഇത് നമ്മൾ അവർ കൊടുക്കുന്ന ആ ഒരു മനസ്സുകൊണ്ട് കൊടുക്കുമ്പോൾ അവർ കഴിച്ചിട്ടൊരു അഭിപ്രായം പറയുമ്പോഴാണ് അവർക്ക് സന്തോഷം ഉണ്ടാവുന്നത്. കാരണം ഞാനും പോയിട്ടുള്ള പാചകക്കാർ എത്ര നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാവുന്നവനാണെങ്കിലും അത് ഉണ്ടാക്കി ആ മനസ്സോടുകൂടി കൊടുക്കുമ്പോഴത്തേക്കാ അത് വലിയൊരു കാര്യമാണ്. സാജു ഇല്ലാത്തൊരു എപ്പിസോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാജു പാചകത്തിന് മാത്രമല്ല, സാജു ഒരു ബ്രേക്ക് ഡാൻസ് കൊറിയോഗ്രാഫർ ആയിരുന്നു. സാജു മിമിക്രിയിലോട്ട് 2ാമതാ വന്നത് അല്ലേ? ആദ്യം ഉദയം പേരൂരൊക്കെ ഉള്ള പല ഈ ഡാൻസ് സ്കൂളുകളിലെയും ഡാൻസ് അധ്യാപകനായിരുന്നു, സിനിമാറ്റിക് ഡാൻസിന്റെ അധ്യാപകനായിരുന്നു സാജു. തീർച്ചയായിട്ടും. അല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടി അമേരിക്ക പോയപ്പോഴത്തേക്ക് എല്ലാവരും പർച്ചേസ് ചെയ്യാനായിട്ട് അങ്ങ് പോകും. അപ്പൊ ഈ എന്ത് മാർട്ടിലാണ് നീ പോണത്? ഫ്ലീ മാർട്ടിന്ന്. അത് എലിപ്പെട്ടി വരെ ഉണ്ട് അവിടെ പഴയത് അവിടെ കൊടുക്കാനായിട്ട്. പുള്ളിക്കാരൻ ഒരു 1 ലിറ്ററിന്റെ സ്പ്രേ മേടിച്ചു. സാധാരണ സ്പ്രേ ഒക്കെ ചെറുതല്ലേ, ഇത്രയും പൊക്കമുള്ളൊരു കുപ്പി കൊണ്ടുവന്ന് റൂമിൽ കൊണ്ടുവന്നിട്ട് പറയും, എന്താ കണ്ടാ നീയൊക്കെ ചെറുതല്ലേ മേടിച്ചു, ഞങ്ങൾ ഇത്രയും വലുതാ മേടിച്ചതെന്ന്. ഇതാ ഇത്രയും വലുതാന്ന് കൈ ചൂണ്ടിട്ട് നോക്കുമ്പോണ്ടല്ല സ്പ്രേ വറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ താന്ന് അടിവരെ ഇട്ട പോലെ ആയി. അവരെന്തോ ഒരു ചൂടിൽ ഒപ്പിച്ച് വെച്ചാൽ അത് വെയിലത്തായിരിക്കുന്നത്. ഇവിടെ കൊണ്ടുവന്ന് റൂമിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അത് മൊത്തം വറ്റിപ്പോയി, ആവിയായിപ്പോയി. തന്നെ ഒരു ചെറിയ തുള വീണപ്പോൾ ഒരു സ്പ്രേ അതുപോലെ ഞങ്ങൾ നോക്കി പല ട്രിപ്പുകളിലും പോയപ്പോൾ എനിക്ക് വില കുറഞ്ഞ സാധനങ്ങൾ ഉള്ളിടത്ത് പോയാലേ മേടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാനൊരിക്കൽ പോയപ്പം മനോജ് കെ ജയൻ ചേട്ടനുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ ട്രിപ്പിൽ. മനോജ് കെ ജയൻ ചേട്ടൻ എന്നോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ ഷർട്ട് മേടിക്കാൻ വരുന്നതെന്ന് വെച്ച് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ ചെന്നപ്പോൾ ഒരു മാളിൽ പുള്ളി പോയേക്കും കേട്ടോ. എല്ലാത്തിനും നമ്മളൊക്കെ അപ്പിടുന്ന ഷർട്ടിൻ്റെ ഒരു 10 ഇരട്ടി വിലയുള്ള ഷർട്ടുകളുള്ളൊരു മാളിലാണ് പോയേക്കുന്നത്. നമ്മുടെ ട്രൂപ്പിലുള്ള ബാക്കി എല്ലാവരും സാധാരണ കടയിൽ പോയിട്ട് ഇഷ്ടംപോലെ സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. എനിക്ക് മാത്രം ദൈവമേ ഞാൻ എന്ത് ചെയ്യും, എനിക്കൊന്നും കിട്ടുമല്ലോ, നാളെ രാത്രി തിരിച്ചിങ്ങോട്ട് കയറി പോരും വേണം. അങ്ങനെ ഞങ്ങളിങ്ങനെ നിൽക്കുന്ന സമയത്ത് മനോജ് ഞാൻ ഒരു കടയിൽ കയറിയപ്പോൾ ഒരു വലിയ ടീഷർട്ട് കടയാണ്, ബ്രാൻഡഡ് ടീഷർട്ടാണ്. അവിടെ ഒരു ഓഫറുണ്ട്. ഒരെണ്ണം മേടിച്ചാൽ 2ാമത്തേന് പകുതി പൈസ കൊടുത്താൽ മതി. ഒരെണ്ണം മേടിച്ചാൽ നിങ്ങൾ അവിടുന്ന് 2ാമത്തേന് പകുതി പൈസ കൊടുത്താൽ വില കൂടിയത് ഏതോ അതിൻ്റെ പകുതി പൈസ എടുക്കുകയുള്ളൂ. പുള്ളി ഇങ്ങനെ കയറിയിട്ട് ഒരു നല്ല ടീഷർട്ട് മേടിച്ചു. അതിന് അന്ന് നല്ല ഒരു ഉദാഹരണത്തിന് ഒരു $100 എന്ന് വെച്ചോ, $100 എന്ന് വെച്ചോ, $100 പുള്ളി ഒരു ടീഷർട്ട് മേടിച്ചു. വേറെ ഒന്നും പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതൊരു സൂപ്പർ ടീഷർട്ടാണ് താനും. ഇത് $100 മേടിച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഒന്നും മേടിച്ചില്ലല്ലോ, നീ വേണേ ഇവിടുന്ന് എന്തെങ്കിലും മേടിച്ചോ, 2ാമത്തേന് പകുതി പൈസ കൊടുത്താൽ മതി. അപ്പം എനിക്ക് പകുതി പൈസ കുഴപ്പമില്ല മേടിക്കുക എന്നുള്ള അവസ്ഥയായി. അപ്പം ഞാൻ ആ കടക്കാരൻ മേടിച്ചു, 2ാമത്തേന് പകുതി പൈസ തന്നാൽ മതി. ഞാൻ മതി എന്ന് പറഞ്ഞു. ഞാൻ മനോജേട്ടൻ മേടിച്ച അതേ ടീഷർട്ട് $50 മേടിച്ച്. അതാണ് അവിടെയുള്ള നല്ലത്. അപ്പം ഞാൻ അത് തന്നെ $50 മേടിച്ചപ്പോൾ തൊട്ട് പുള്ളി എന്നോട് മിണ്ടണില്ലെന്നേ. പുള്ളി കുറേ നേരമായിട്ട് മുഖമൊക്കെ ഇങ്ങനെ ദേഷ്യത്തിൽ നടന്ന് ഈ മാളിലെ വരാന്തയിൽ കൂടി ഇങ്ങനെ നടന്നിട്ട് പുള്ളിനോട് പറഞ്ഞു, അത് മോശമായിപ്പോയി കേട്ടോ, കാണിച്ചത് വളരെ മോശമായിപ്പോയി എന്ന് പറഞ്ഞു. എന്താ? അല്ല, ആ ടീഷർട്ട് തന്നെ മേടിക്കേണ്ട കാര്യം എന്താ? ഞാൻ $100 മേടിച്ച് നീ $50 മേടിച്ച് അതൊരു മര്യാദയാണോ എന്ന് ചോദിച്ചാൽ എന്നോട്. ഞാനൊന്നും മിണ്ടാണ്ട് നാട്ടിൽ വന്ന് 3 മാസം കഴിഞ്ഞ് വെളുപ്പിന് 7:30 മണിക്ക് ഒരു ദിവസം മനോഹരൻ എന്നെ വിളിച്ചേക്കുക. അപ്പം അമ്മയുടെ ജനറൽ ബോഡി നടക്കുന്ന ദിവസമാണ്. നീ അമ്മയുടെ ജനറൽ ബോഡിക്ക് വരുന്നുണ്ടോ? ഞാൻ ഉണ്ട്. നീ അന്ന് മേടിച്ച ആ ടീഷർട്ടാണോ ഇടുന്നത്? ഞാൻ പറഞ്ഞു അല്ല ഏട്ടാ. അതൊന്നും ഇട്ടുകൊണ്ട് വരരുത്, ഞാൻ അത് ഇട്ടുകൊണ്ടാണ് വരാൻ പോകുന്നത്.
സുനിൽ സൂര്യ, വീണ്ടും ഈ വേദിയിൽ വന്നതിൽ സന്തോഷം. താങ്ക് യു താങ്ക് യു. സോ മച്ച്.